2024 ജനുവരി മാസം 3-ാം തീയതി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇന്ത്യയിലെ യൂണിയൻ ടെറിട്ടറിയായ ലക്ഷദ്വീപ് സന്ദർശിക്കുകയാണ്. അവിടെ വെച്ച് 1156 കോടി രൂപയുടെ പല പദ്ധതികളും അദ്ദേഹം അനൗൺസ് ചെയ്തു. ശേഷം അവിടെ നിന്ന് കളക്ട് ചെയ്ത പല ഫോട്ടോസും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ വഴി ലോകത്തിന് മുമ്പിൽ എത്തിക്കുകയാണ്. ഈ ഫോട്ടോസ് നിമിഷ നേരം കൊണ്ട് വൈറലായി മാറുകയാണ്. അടുത്ത ഏതാനും മണിക്കൂറുകൾക്കകം ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത കീവേഡായിട്ട് ലക്ഷദ്വീപ് മാറപ്പെടും. മാത്രമല്ല ഇന്റർനാഷണലി പോലും ചർച്ചാ വിഷയമായ ഒരു വിഷയമായിട്ടും ഇത് മാറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യ മാൽദീവ്സ് എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങൾക്കിടയിലെ ഒരു ഡിപ്ലോമാറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് മാറപ്പെടുന്ന കാര്യമായിട്ടും ഈ ഒരു ഫോട്ടോയ്ക്ക് ശേഷം വന്നിരിക്കുന്ന ചില പ്രശ്നങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കും. Indians were busy googling about the archipelago. There were more than 50,000 searches about Lakshadweep in a single day. It was the 9th most searched word on Google in India. ഏറ്റവും ഒടുവിൽ മാൽദീവ്സിന്റെ പല പ്രധാനപ്പെട്ട ടോപ്പ് പൊളിറ്റീഷ്യൻസും ഈ ഒരു പോസ്റ്റിന് താഴെയായിട്ട് വളരെയധികം മോശമായ കമൻറ്റുകൾ രേഖപ്പെടുത്തിയതും ആ കമൻറ്റിന് ഇന്ത്യയിലെ പല സോഷ്യൽ മീഡിയ യൂസേഴ്സ് അതിനനുസരിച്ചുള്ള റീപ്ലൈ നൽകിയതും ഇന്ന് ഇന്ത്യ മാൽദീവ്സ് എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഒരു സോഷ്യൽ മീഡിയ വാർ ജനിപ്പിക്കാൻ കാരണമായെന്ന് പറയുന്ന അഭിപ്രായങ്ങളാണ് കേൾക്കാൻ സാധിക്കുക. എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മറുഭാഗത്ത് ഇന്ത്യയിലെ ഇത്രയും മനോഹരമായ ഒരു പ്രദേശത്തെ ടൂറിസത്തിനായിട്ട് എന്തുകൊണ്ട് തുറന്നു കൊടുക്കുന്നില്ല എന്ന് പറയുന്ന അഭിപ്രായങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരവധി യൂസേഴ്സാണ് രംഗത്ത് വരുന്നത്. എന്താണ് ലക്ഷദ്വീപിനെ ചുറ്റിപ്പറ്റി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സ്? ഈ ഒരു പൊളിറ്റിക്സും ഇന്ത്യ നടപ്പാക്കുന്ന ഇന്ത്യയിലെ ടൂറിസം മേഖലയിലെ മാറ്റവും എങ്ങനെയായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ലക്ഷദ്വീപിലെ ടൂറിസം ഇപ്പോഴും റെസ്ട്രിക്റ്റഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇതിന് പിറകിലെ കാരണം എന്താണ്? വളരെയധികം വിശദമായിട്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡിങ് ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ ഒരു വീഡിയോയിലൂടെ. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വളരെയധികം ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. द्वीप की सुंदरता को शब्दों में समेटना बहुत मुश्किल है. जो लोग दुनिया के अलग अलग देशों के द्वीपों को देखने जाना चाहते हैं, वहां के समंदर से अभिभूत है, उनसे मेरा आग्रह है कि वो पहले लक्षद्वीप आकर जरूर देखें. നമുക്കാദ്യം എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിന്റെ ഒരു ഡീറ്റെയിൽ ആയിരിക്കുന്ന വിശദീകരണം മനസ്സിലാക്കാം. 2024 ഇന്ത്യയിൽ ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് തന്നെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും സെൻട്രൽ ഗവൺമെൻറ് ഓൾറെഡി അനൗൺസ് ചെയ്തിരിക്കുന്ന പല പ്രൊജക്റ്റുകളും ഫാസ്റ്റായി എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റിയുള്ള വാർത്തകൾ 2023 അവസാന ഭാഗത്ത് തന്നെ പല വാർത്താ മാധ്യമങ്ങൾ കവർ ചെയ്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ആൻഡമാൻ നിക്കോബറിലും ലക്ഷദ്വീപിലും 2020 ഇന്ത്യ അനൗൺസ് ചെയ്തിരിക്കുന്ന ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സിൻ്റെ ഇനോഗ്രേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 2024 തുടക്കത്തിൽ തന്നെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ലക്ഷദ്വീപിൽ പോവുകയും അവിടെ 1156 കോടി രൂപയുടെ ചില പ്രധാനപ്പെട്ട പദ്ധതികൾ അനൗൺസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ പദ്ധതികളുടെ ഒരു ഔട്ട്ലൈൻ പറയുകയാണെങ്കിൽ കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ സ്ഥാപിക്കാനും അതുവഴി ലക്ഷദ്വീപിൽ ഫാസ്റ്റ് ആയിരിക്കുന്ന ഇന്റർനെറ്റ് നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് അദ്ദേഹം അനൗൺസ് ചെയ്തിരിക്കുന്നത്. രണ്ടാമതായിട്ട് ലക്ഷദ്വീപിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നായ ജലക്ഷാമത്തിന് പരിഹാരം കാണുവാനായിട്ടും കടലിൽ നിന്ന് തന്നെ ഡീസാലിനേഷൻ വഴി ജലം ശുദ്ധീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ മാറ്റാനുള്ള ഒരു പ്രോസസ്സ് സ്ഥാപിക്കാനും അതിനുവേണ്ട പ്ലാൻ ഇനോഗ്രേറ്റ് ചെയ്യാനും അദ്ദേഹം തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. സോ ഈ രണ്ട് പ്രൊജക്റ്റുകൾ അവിടെ അനൗൺസ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് മാത്രമല്ലാതെ മറ്റു പല ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സും ലക്ഷദ്വീപിൽ കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ലക്ഷദ്വീപിലെ പല ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സ് അദ്ദേഹം അനൗൺസ് ചെയ്ത ശേഷം കുറച്ച് ഫോട്ടോസ് അവിടെ നിന്ന് കളക്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ തന്നെ ഫോട്ടോസാണ്. പ്രത്യേകിച്ച് ലക്ഷദ്വീപിലെ പല ആക്ടിവിറ്റീസിൽ അദ്ദേഹം ഏർപ്പെടുന്ന ഫോട്ടോസും അവിടെ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോട്ടോസ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഷെയർ ചെയ്യുകയും ലക്ഷദ്വീപ് സന്ദർശിക്കാനായിട്ട് ഇന്ത്യക്കാരോട് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇതാണ് പിന്നീട് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിട്ട് മാറിയത്. കാരണം ഈ ഫോട്ടോയ്ക്ക് താഴെ ആദ്യമായിട്ട് വന്ന ചില കമൻസ്, ഇന്ത്യക്കാർ തന്നെ പോസ്റ്റ് ചെയ്ത കമൻസ് ആയിരുന്നു, ഇത്രയും മനോഹരമായ പ്രദേശം ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ തന്നെ എന്തുകൊണ്ട് നമ്മൾ മാൽദീവ്സിൽ പോയിട്ട് അവിടുത്തെ എക്കോണമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചില യൂസേഴ്സ് കമൻറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ കമൻറ്റിനെ തുടർന്ന് പല മാൽദീവ്സിലെ സോഷ്യൽ മീഡിയ യൂസേഴ്സും അതിന് താഴെ റീപ്ലൈ കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് ഇന്ത്യയിൽ ടൂറിസം ഡെവലപ്ഡ് ആയിട്ടില്ല, ഇപ്പോഴും മെല്ലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് ഇന്ത്യ മോശമായി കാണിക്കാനായിട്ട് ഈ യൂസേഴ്സ് ശ്രമിക്കുന്നുണ്ട്. അതിന് റീപ്ലൈ ആയിട്ട് വീണ്ടും ഇന്ത്യക്കാർ റീപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം ഇത് രണ്ട് രാജ്യങ്ങളുടെ പൗരന്മാർ തമ്മിലുള്ളൊരു വാഗ്വാദമായിട്ട് മാറാതെ പൊളിറ്റീഷ്യൻസ് തമ്മിലുള്ള വാഗ്വാദമായിട്ട് മാറാൻ തുടങ്ങി. കാരണം മാൽദീവ്സിൻ്റെ ചില പ്രധാനപ്പെട്ട മിനിസ്റ്റേഴ്സ് ഇതേ പോസ്റ്റിന് താഴെ വന്ന് മോശമായ രീതിയിൽ റേസിസ്റ്റ് പരമായിരിക്കുന്ന കമൻസും പ്ലസ് വളരെയധികം ഒരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിരിക്കുന്ന കമൻസ് അവിടെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അവസാനം ഇന്ത്യ ഔട്ട് എന്ന് പറയുന്ന ഹാഷ്ടാഗ് പോലും മാൽദീവ്സിൽ ട്രെൻഡിംഗ് ആയി മാറാൻ തുടങ്ങി. ഇങ്ങനെ മാൽദീവ്സ് വിസസ് ഇന്ത്യ എന്ന് പറയുന്ന രീതിയിൽ ഒരു ഇഷ്യൂ ആയിട്ട് ഇത് മാറപ്പെടുന്നതായിരുന്നു സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചത്. ഇതാണ് ഈ ഒരു മൊത്തം പ്രശ്നത്തിൻ്റെ ഔട്ട്ലൈൻ എന്ന് പറയാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ മാൽദീവ്സിൻ്റെ മിനിസ്റ്ററി ഒഫീഷ്യലായിട്ട് ഈ മോശമായ കമൻറ്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന 3 മിനിസ്റ്റേഴ്സിനെ പുറത്താക്കിയതായിട്ടുള്ള വാർത്ത പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ ഇന്ത്യ മാൽദീവ്സ് എന്ന് പറയുന്ന രാജ്യങ്ങൾക്കിടയിൽ ഒരു ഡിപ്ലോമാറ്റിക്കൽ ടെൻഷനായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി ഇതിനോടൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഇന്ത്യയും മാൽദീവ്സ് തമ്മിലുള്ള ഒരു ഇഷ്യൂ ആയിട്ട് ഇത് മാറപ്പെടുന്നത്.
അത് എന്തുകൊണ്ടാണെന്ന സംശയം പലർക്കും ഉണ്ടായേക്കാം. ഈ ഒരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, മാൽദീവ്സ് പോലത്തെ സിമിലർ ആയിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അത്രയും മനോഹരമായ ഒരു പ്രദേശമായിട്ടുള്ള ലക്ഷദ്വീപിനെ എന്തുകൊണ്ട് ഇന്ത്യക്കാർക്ക് പോലും റെസ്ട്രിക്റ്റഡ് ആയിട്ട് വെച്ചിരിക്കുന്നു? ഇതിന് പറയുന്ന കാരണം എന്താണ്? ഇങ്ങനെ രണ്ട് സംശയങ്ങളും രണ്ട് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളുമായിട്ടായിരുന്നു സോഷ്യൽ മീഡിയ രണ്ട് കോണുകളിലോട്ട് മാറപ്പെട്ടത്. നമ്മൾ ഈ രണ്ട് കാര്യങ്ങളെ പറ്റിയുമാണ് ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ലക്ഷദ്വീപിന് ഇപ്പോഴും ഒരു റെസ്ട്രിക്റ്റഡ് ടൂറിസം ഏരിയ ആയിട്ട് ഇന്ത്യ മാറ്റിയിരിക്കുന്നു പറയുന്ന കാര്യത്തെപ്പറ്റിയും ഇതിന് ഹിസ്റ്റോറിക്കലായിരിക്കുന്ന ഡാറ്റയെ പറ്റിയും പരിശോധിക്കും. ലക്ഷദ്വീപിൽ ടൂറിസ്റ്റുകളുടെ അളവ് റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് പല മാറ്റങ്ങളും ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടുത്തെ അഡ്മിനിസ്ട്രേഷന്റെ ഒഫീഷ്യൽ ലെറ്ററുള്ളവർക്ക് മാത്രമേ എൻട്രി നൽകുകയുള്ളൂ എന്ന് പറയുന്ന തീരുമാനമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ. ഈവൻ 2023 ജനുവരി മാസം തുടക്കത്തിൽ തന്നെ ലക്ഷദ്വീപിലെ 17 ഐലൻഡ്സിൽ റെസ്ട്രിക്റ്റ് ആയിരിക്കുന്ന എൻട്രി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ പറഞ്ഞ പ്രഖ്യാപനം ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുണ്ട്. ഇതിനെല്ലാമുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് പരിഗണിക്കാൻ സാധിക്കുന്ന പല പല കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഫാക്ടറാണ് സെക്യൂരിറ്റി കൺസേൺ എന്ന് പറയുന്നത്. ലക്ഷദ്വീപിലെ പല ഐലൻഡ്സും സ്ഥിതി ചെയ്യുന്നത് വളരെയധികം ബിസി ആയിരിക്കുന്ന ഒരു സീ റൂട്ടിന് സമീപത്താണ്. ഇതിനെ 9 ഡിഗ്രി ചാനൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ചാനലിന് സമീപത്തായിട്ട് തന്നെ ലക്ഷദ്വീപിന്റെ എക്സ്റ്റൻഷൻ ആയിരിക്കുന്ന പല ഐലൻഡ്സും കാണാൻ സാധിക്കും. ലക്ഷദ്വീപിൽ മനുഷ്യവാസമായ 10 ദ്വീപുകളുള്ളത്. ഇവിടെയാണ് മനുഷ്യരിപ്പോൾ താമസിക്കുന്നത്. ഇത് കൂടാതെ മനുഷ്യവാസമില്ലാതെ 30-ലധികം വരുന്ന ദ്വീപുകളും കാണാൻ സാധിക്കും. ടോട്ടലായിട്ട് 500-ലധികം വരുന്ന ചെറുതും വലുതുമായ ദ്വീപുകളാണ് ലക്ഷദ്വീപിലുള്ളത്. ഇതിൽ പല ദ്വീപുകളും ഇപ്പോൾ കടലിനടിയിലോട്ട് താഴ്ന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തോട്ടുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ ആയിട്ട് മാറുന്നത് ഇവിടെയുള്ള സമുദ്രപാത എന്ന് പറയുന്നത്. കാരണം സൂയസ് കനാൽ വഴിയും മലാക്ക സ്ട്രൈറ്റ് വഴിയും വരുന്ന കപ്പലുകൾ ഈ പാതയിലൂടെ എൻ്റർ ചെയ്തുകൊണ്ടാണ് മറ്റു പല മേഖലയിലോട്ട് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജിക് ആയിരിക്കുന്ന ലൊക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് മാറിയത് സെക്യൂരിറ്റി കൺസേൺ ആണ്. കാരണം ഇന്ത്യ പോലത്തെ രാജ്യത്തിൻ്റെ എക്സ്ക്ലൂസീവ് എക്കോണമിക് സോണിൻ്റെ അകത്തോട്ട് പലപ്പോഴും ചൈന, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ കടന്നു വരുന്നു. അവിടെ വന്ന് പലതരത്തിലുള്ള നിരീക്ഷണം നടപ്പാക്കുന്നു പറയുന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ കേട്ടിരിക്കും. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമായിരുന്നു ഈ ഭാഗത്തുള്ള ടെററിസവും അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസും ഡ്രഗ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. കാരണം ഈ റൂട്ട് വഴിയാണ് പാകിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലോട്ടും ബാക്കിയുള്ള പല രാജ്യങ്ങളിലോട്ടും ഡ്രഗ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നു പറയുന്നൊരു കാര്യത്തെപ്പറ്റി മുമ്പ് പലപ്പോഴും വാർത്തകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലക്ഷദ്വീപിലെ പല ഐലൻഡ്സ് ഇപ്പോൾ മനുഷ്യവാസമില്ലാത്ത പല ഐലൻഡ്സിനെയും ഒരു ഹബ്ബാക്കി മാറ്റി അവിടെ ഈ വെപ്പൺസും മറ്റു പല കാര്യങ്ങളും സ്റ്റോർ ചെയ്തുകൊണ്ട് ഇന്ത്യ വിരുദ്ധമായ നീക്കം നടപ്പാക്കാനായിട്ട് പല രാജ്യങ്ങൾ ശ്രമിക്കുന്നു പറയുന്ന ആരോപണം മുമ്പ് പലവട്ടം ഇന്ത്യയിൽ ഉന്നയിക്കപ്പെട്ടതായിരുന്നു. ഈ ഒരു കാര്യം പ്രധാനമായിട്ട് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ടൂറിസം റെസ്ട്രിക്റ്റ് ചെയ്തായിട്ട് കാണാൻ സാധിക്കും. കാരണം ഒരു ഭാഗത്ത് ടൂറിസ്റ്റുകളുടെ ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി സെക്യൂരിറ്റി കൺസേൺസ് ഏറ്റവും കൂടുതലായിട്ട് വർദ്ധിച്ചേക്കാം. സെക്യൂരിറ്റി കൺസേൺ പോലെ തന്നെ രണ്ടാമതായിട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് എക്കോ സെൻസിറ്റീവായ നേച്ചർ എന്ന് പറയുന്നത്. കാരണം ഈ ഭാഗത്തുള്ള പ്രകൃതി, അവിടെയുള്ള സമ്പത്ത്, ഈ മുഴുവൻ കാര്യം ഇന്ത്യക്ക് ഏറ്റവും അനിവാര്യമായ ഘടകമാണ്. സോ ഇന്ത്യയിലെ ലക്ഷദ്വീപ് എന്ന് പറയുന്ന ആ ഒരു പ്രദേശം മുഴുവനായിട്ടും ഈ ലക്ഷദ്വീപിനെ മാത്രം സപ്പോർട്ട് ചെയ്യാതെ ഭൂമിയിലെ പല പ്രധാനപ്പെട്ട നാച്ചുറൽ ചേഞ്ചസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഘടകമാണ്. ഇവിടെയുള്ള പലതരം അപൂർവമായിരിക്കുന്ന ജീവജാലങ്ങളും അവിടെ അടങ്ങിയിരിക്കുന്ന പവിഴപ്പുഴുകളുമെല്ലാം ഇന്ത്യക്ക് പലപ്പോഴും പ്രകൃതി തന്നെ കനി നൽകിയ ഒരു അനുഗ്രഹമായിട്ട് മാറാറുണ്ട്. ഇന്ത്യയിലെ കാലാവസ്ഥയെ പോലും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ലക്ഷദ്വീപിൻ്റെ സമീപത്തുണ്ടെന്ന് പറയുന്ന അഭിപ്രായങ്ങളും പലപ്പോഴും പല സയൻറ്റിസ്റ്റുകളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രകൃതി നശിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യമായിരിക്കും ടൂറിസം ഫുള്ളി ഓപ്പൺ ചെയ്തിട്ടുണ്ടാകുമെന്ന അഭിപ്രായമായിരുന്നു പലരും മുന്നോട്ട് വെച്ചത്. ഇതൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് പരിഗണിക്കാൻ സാധിക്കുമ്പോൾ തന്നെയാണ് മറ്റൊരു മേജർ ഇഷ്യൂ ആയിട്ട് മുന്നോട്ട് വന്നത് ഇവിടെയുള്ള കൾച്ചറൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ലക്ഷദ്വീപിൽ മുസ്ലിം മതവിശ്വാസികളായിരിക്കുന്ന 90% ആൾക്കാരാണ് ഇപ്പോഴും വസിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇവരുടെ കൾച്ചർ അല്ലെങ്കിൽ ഇവരുടെ ഒരു പരമ്പരാഗതമായ ആ ഒരു ജീവിത രീതി അതിനെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ടും ടൂറിസ്റ്റുകൾ ധാരാളം അകത്തോട്ട് വരുമ്പോൾ സംഭവിക്കുന്ന അഭിപ്രായങ്ങളും മുന്നോട്ട് വെച്ചിരുന്നു. സോ ഈ റെസ്ട്രിക്ഷൻ്റെ അളവ് മനസ്സിലാക്കണമെങ്കിൽ ലക്ഷദ്വീപിലെ ടൂറിസത്തിൻ്റെ ഹിസ്റ്റോറിക്കലായിരിക്കുന്ന ഡാറ്റ ഒന്ന് പരിശോധിക്കാം. 1983 ഇന്ത്യയിലെ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു അതോറിറ്റി സ്ഥാപിച്ചുകൊണ്ടായിരുന്നു ലക്ഷദ്വീപിലുള്ള ടൂറിസത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. ഈ സ്പോർട്സ് എന്ന് പറയുന്നത് സൊസൈറ്റി ഫോർ പ്രൊമോഷൻ ആൻഡ് നാച്ചുറൽ ടൂറിസം ആൻഡ് വാട്ടർ സ്പോർട്സ് എന്ന് സൂചിപ്പിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് ഈ യൂണിയൻ ടെറിട്ടറി ആയിട്ട് കണക്കാക്കുന്ന കേന്ദ്രഭരണ പ്രദേശമായിരിക്കുന്ന ലക്ഷദ്വീപിലും ആൻഡമാൻ നിക്കോബറിലും ടൂറിസത്തിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യാനും ടൂറിസ്റ്റുകളുടെ അളവ് വർദ്ധിപ്പിക്കാനായിട്ടും അവർക്ക് എക്കോ ഫ്രണ്ട്ലി ആയിരിക്കുന്ന അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ഇത് പിന്നീട് വർഷങ്ങൾ കഴിയുന്തോറും കൂടുതൽ മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ 2020 ഏറ്റവും വേഗത്തിൽ ലക്ഷദ്വീപിലും ആൻഡമാൻ നിക്കോബറിലും ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് ഗവൺമെൻറ് തീരുമാനമെടുത്തിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ആൻഡമാൻ നിക്കോബറിലെ 16 ഐലൻഡ്സും ലക്ഷദ്വീപിലെ 10 ഐലൻഡ്സും കൂടുതൽ ടൂറിസ്റ്റുകൾക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റാനായിട്ട് ഗവൺമെൻറ് തീരുമാനമെടുക്കുകയും അതിനുവേണ്ടി ഫണ്ട് അലൊക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. 2020 കേന്ദ്ര ടൂറിസം വകുപ്പ് ഒഫീഷ്യലായിട്ട് തന്നെ ഇതിൻ്റെ ഒരു നോട്ടീസ് പുറത്തുവിടുകയും ചെയ്തിരുന്നു.
ഈ നോട്ടീസ് വഴി ലക്ഷദ്വീപിലോട്ടുള്ള വരാൻ പോകുന്ന മാറ്റങ്ങളെപ്പറ്റിയും അവിടെ എന്തെല്ലാം ടൂറിസം ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും ഇന്ത്യയിലെ ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധ്യമായിരുന്നു. ഈ ഒരു പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഇന്ന് ഔദ്യോഗികമായിട്ട് ലക്ഷദ്വീപിലുള്ള ടൂറിസത്തിന്റെ എൻട്രി വർദ്ധിപ്പിക്കാനായിട്ടും അവിടെ പല മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് തീരുമാനമെടുത്തായിട്ട് കാണാൻ സാധിക്കും. നമുക്കിനി ഈ തീരുമാനം എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് എന്തെല്ലാം ചേഞ്ചസ് ആണ് ലക്ഷദ്വീപിൽ കൊണ്ടുവരാൻ പോകുന്നു എന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാം. 2020 പുറത്തുവിട്ട ഒഫീഷ്യൽ നോട്ടീസ് പ്രകാരം ലക്ഷദ്വീപിലെ പല മേഖലയിലും ഒരു PPP മോഡലിൽ കൊണ്ടുവരാനുള്ള മാറ്റമായിരുന്നു ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത്. അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലുള്ള പുതിയ പല സംരംഭങ്ങളും ലക്ഷദ്വീപിൽ സ്ഥാപിക്കാനും അതുവഴി ടൂറിസ്റ്റുകളെ വെൽക്കം ചെയ്യാനായിരുന്നു ഗവൺമെന്റ് തീരുമാനമെടുത്തത്. പല റിസോർട്ടുകൾ സ്ഥാപിക്കാനും ഈ റിസോർട്ടുകളെല്ലാം തന്നെ നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ടുകളായിരിക്കണമെന്നും അവിടെ ഉറപ്പുവരുത്തുന്ന കാര്യങ്ങളെല്ലാം അത് ടോപ്പ് ലെവലുള്ള കാര്യമായിരിക്കണമെന്നും ലക്ഷൂറിയസ് ആയിരിക്കുന്ന പല പുതിയ ആക്ടിവിറ്റീസും ലക്ഷദ്വീപിൽ കൊണ്ടുവരാനായിട്ട് ഗവൺമെന്റ് തീരുമാനമെടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ പല ഐലൻഡ്സിലും ഡെവലപ്മെന്റ് പ്രോജക്ട്സ് അനൗൺസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ലക്ഷദ്വീപിലെ മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ മൊബൈൽ നെറ്റ്വർക്കും ഇന്റർനെറ്റും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ടൂറിസ്റ്റുകൾക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനുള്ളൊരു പരിഹാരം എന്ന രീതിയിൽ ഒപ്റ്റിക്കൽ ഫൈബർ സ്ഥാപിക്കാനും ഗവൺമെന്റ് തീരുമാനമെടുത്തിരുന്നു. മൂന്നാമതായിട്ട് അവിടെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു കുടിവെള്ളക്ഷാമം. കാരണം ചുറ്റും കടലാൽ മൂടപ്പെട്ടിരിക്കുന്ന പ്രദേശമായതുകൊണ്ട് അവിടെ നാച്ചുറലി കുടിവെള്ളം ലഭ്യമാണെന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ പലതരം പുതിയ കുടിവെള്ളം ലഭ്യമാക്കുന്ന രീതിയിലുള്ള പ്രൊജക്റ്റുകൾ അനൗൺസ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് തീരുമാനമെടുത്തിരുന്നു. ഈ പ്രൊജക്റ്റുകളിൽ പലതും ഇസ്രായേൽ പോലത്തെ രാജ്യങ്ങളുടെ ഇൻവോൾവ്മെന്റ് കാണാൻ സാധിക്കും. കാരണം ഇസ്രായേൽ ഓൾറെഡി അവരുടെ രാജ്യത്തിനകത്ത് ഇത്തരം പ്രൊജക്റ്റുകൾ അനൗൺസ് ചെയ്തുകൊണ്ട് ആ പ്രൊജക്റ്റ് വഴിയായിരുന്നു ജനങ്ങൾക്ക് അനിവാര്യമായ രീതിയിൽ കുടിവെള്ളം എത്തിക്കാൻ ശ്രമിക്കാൻ. അതുപോലെ തന്നെ ലക്ഷദ്വീപിലും ഇന്ത്യയുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇസ്രായേൽ പുതിയ പല പ്ലാന്റുകൾ സ്ഥാപിക്കാൻ പോകുന്നുണ്ടെന്നും ഈ പ്ലാന്റുകൾ വഴി കടൽ വെള്ളം ജനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ കുടിവെള്ളമാക്കി മാറ്റാൻ സാധിക്കുമെന്നായിരുന്നു ഗവൺമെന്റ് അനൗൺസ് ചെയ്തത്. ഈ ഒരു കാര്യം പരിഗണിക്കാൻ സാധിക്കുന്ന ഘടകമാണ്. ഇങ്ങനെ ഇന്ത്യ കൊണ്ടുവരുന്ന പല മാറ്റങ്ങളും ഓട്ടോമാറ്റിക്കലി അഫക്റ്റ് ചെയ്യുന്ന രാജ്യമായിട്ട് മാൽദീവ് മാറിയെന്നാണ് മാൽദീവ്സിന്റെ അകത്തുള്ള ജനങ്ങൾ അഭിപ്രായപ്പെടുന്നത്. ഈ ഒരു അഭിപ്രായമാണ് ഇന്ന് മാൽദീവ്സും ഇന്ത്യയും തമ്മിലുള്ള ഒരു ഡിപ്ലോമാറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് മാറിയത്. നമുക്കിനി മാൽദീവ്സും ഇന്ത്യയും തമ്മിൽ എന്താണ് ഇഷ്യൂ സംഭവിക്കുന്നതെന്നും ഈ ഇഷ്യൂവിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാം. മാൽദീവ്സിൽ 2017 മുതൽ തന്നെ ഇന്ത്യ വിരുദ്ധമായ പല ക്യാമ്പയിൻസ് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ ഔട്ട് എന്ന് പറയുന്ന ക്യാമ്പയിൻസ് മാൽദീവ്സ് ശക്തി പ്രാപിച്ചത് 2020 ശേഷമാണെന്ന് പറയാൻ സാധിക്കും. കാരണം 2020 ചൈന ഫണ്ട് ചെയ്യുന്ന പല പ്രൊജക്റ്റുകളും മാൽദീവ്സിൻ്റെ മേജർ ഐലൻഡ്സിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ നടപ്പാക്കാൻ തുടങ്ങി. ഈ പ്രൊജക്റ്റുകൾ മാൽദീവ്സിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പവറായി നിലനിൽക്കുന്ന ഇന്ത്യ പുറത്തു പോകണമെന്ന ആവശ്യമായിരുന്നു ജനങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയത്. ജനങ്ങളെന്ന് പറയാനുള്ള കാരണം പല ജനങ്ങളെയും പാർട്ടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മാറ്റുകയും ഈ പാർട്ടി മാൽദീവ്സിൽ 2 പാർട്ടികളുള്ളത്. അതിൽ ഇപ്പോൾ ഭരണത്തിലുള്ള PDP എന്ന് പറയുന്ന പാർട്ടിയായിരുന്നു പ്രധാനമായിട്ടും ജനങ്ങളെ മുഴുവൻ രംഗത്തിറക്കിയിട്ട് ഇന്ത്യ വിരുദ്ധമായ ക്യാമ്പയിൻസ് അനൗൺസ് ചെയ്തത്. ഈ ക്യാമ്പയിൻസ് പലതും സക്സസ്ഫുൾ ആക്കി മാറ്റുവാനും അതുവഴി ഭരണത്തിലോട്ട് കയറാനായിട്ടുമായിരുന്നു ഇവർ ശ്രമം നടത്തിയത്. ഈ ശ്രമം അവസാനം വിജയിക്കുകയും അങ്ങനെ അധികാരത്തിൽ വന്ന പുതിയ ഗവൺമെന്റ് ആദ്യം തന്നെ ഇന്ത്യ വിരുദ്ധമായ തീരുമാനം എടുക്കാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. ഈ ഇന്ത്യ വിരുദ്ധ തീരുമാനം എന്ന് പറയാനുള്ള കാരണം ഇന്ത്യക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു പാർട്ണറാണ് മാൽദീവ്സ്. കാരണം ഇന്ത്യയുടെ സാഗർ എന്ന് പറയുന്ന പ്രൊജക്ടിന്റെ ഭാഗമായിട്ടും ഇന്ത്യ ചൈനയ്ക്കെതിരെ ഒരുക്കുന്ന പല സ്ട്രാറ്റജിക് ആയിരുന്ന പ്രൊജക്റ്റുകളിലും മാൽദീവ്സ് നിർണായകമായ ഘടകമാണ്. സോ അതുകൊണ്ട് തന്നെ മാൽദീവ്സിൽ ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഹെലിപ്പാഡും ഇന്ത്യയുടെ മിലിറ്ററി ബേസിന്റെ പ്രസൻസും ഉണ്ട്. സോ അതുപോലും പുറത്തു കൊണ്ടുപോകണമെന്ന ഒരു അഭിപ്രായമായിരുന്നു മാൽദീവ്സിന്റെ ഗവൺമെന്റ് ആദ്യം ഉന്നയിച്ചത്. സോ ആദ്യം തന്നെ ഇന്ത്യ വിരുദ്ധ മനോഭാവമായിരിക്കും ഈ ഗവൺമെന്റ് നടപ്പാക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി വ്യക്തമായ പിക്ചർ ലഭിച്ചത്. അതിനുശേഷമായിരുന്നു ഇന്ത്യയിലെ മിനിസ്റ്ററിയും ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും ലക്ഷദ്വീപിലെ ടൂറിസം പ്രൊമോട്ട് ചെയ്തു പറഞ്ഞൊരു വാർത്ത മാൽദീവ്സിന് ഒരു ഇടുത്തിയായി മാറിയത്. കാരണം മാൽദീവ്സിന് ടൂറിസ്റ്റുകളുടെ എൻട്രി പരിശോധിക്കുകയാണെങ്കിൽ അവിടെ വരുന്ന ടോപ്പ് 10 ടൂറിസ്റ്റുകളും ഇന്ത്യയിൽ നിന്നാണ് പറയാൻ സാധിക്കും. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് പ്രതിവർഷം 3 ലക്ഷത്തോളം വരുന്ന ടൂറിസ്റ്റുകളാണ് മാൽദീവ് സന്ദർശിക്കുന്നത്. സോ അത്രയും ഒരു റവന്യൂ മാൽദീവ്സിന്റെ എക്കോണമി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിലെ ടൂറിസ്റ്റുകൾ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള ലക്ഷദ്വീപിനെ ഇന്ത്യ ടൂറിസത്തിന് അനുകൂലമായ രീതിയിൽ മാറ്റിയെടുത്താൽ അത് മാൽദീവ്സിന് തിരിച്ചടിയായിട്ട് മാറുമെന്ന അഭിപ്രായമായിരുന്നു മാൽദീവ്സിലെ ജനങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയത്. സോ മാൽദീവ്സിനെ ടൂറിസത്തെ അഫക്റ്റ് ചെയ്യാനായിട്ടും അവിടുത്തെ എക്കോണമിയെ തകർക്കാനായിട്ടും ഇന്ത്യ മനഃപൂർവ്വം കരുവാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ലക്ഷദ്വീപിൻ്റെ ഒരു വിഷയത്തെ മാൽദീവ്സിലെ പൊളിറ്റീഷ്യൻസ് പോലും അഭിപ്രായപ്പെടാൻ തുടങ്ങിയത്. മാൽദീവ്സ് ആദ്യം ഇതൊരു ടൂറിസത്തെ ബാധിക്കുന്ന പ്രശ്നമായിട്ട് ഉയർത്തി കാണിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യക്കെതിരായിട്ട് കരുക്കൾ നീക്കാൻ തുടങ്ങിയെങ്കിലും അവസാനം ഇതൊരു ടൂറിസത്തിന് പുറമെ പൊളിറ്റിക്കലി മോട്ടീവായിരിക്കുന്ന കാര്യമായിട്ട് മാറപ്പെട്ടു. കാരണം ഇന്ത്യ ഔട്ടാക്കണമെന്ന്, ഇന്ത്യയെ മാൽദീവ്സിന് പൂർണ്ണമായിട്ടും പുറത്താക്കണമെന്നൊരു ആവശ്യം മാൽദീവ്സിൻ്റെ ഇപ്പോഴത്തെ ഭരണകൂടത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള അവസരമായിട്ടും ഇന്ത്യ ലക്ഷദ്വീപിലെ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്തു എന്ന് പറഞ്ഞ കാര്യം ഉന്നയിച്ചുകൊണ്ട് മാൽദീവ്സിൽ ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവിടുത്തെ പൊളിറ്റീഷ്യൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ഈ ഒരു അഭിപ്രായം ഇവിടെ കാണാൻ സാധിക്കുമ്പോൾ തന്നെയാണ് മാൽദീവ്സിലെ ഓപ്പോസിഷൻ ശക്തമായ രീതിയിൽ ഇതിനെ എതിർക്കുകയും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മാൽദീവ്സിൻ്റെ എസെൻഷ്യൽ പാർട്ണറാണെന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യ പ്രകോപിപ്പിക്കാതിരിക്കലാണ് മാൽദീവ്സിന് അത്യാവശ്യമായ കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് അനുകൂല രീതിയിൽ തീരുമാനമെടുക്കുകയും ചെയ്തത് കാണാൻ സാധിക്കും.
അങ്ങനെ മാൽദീവ്സിലെ ഓപ്പോസിഷനും അവിടുത്തെ ഭരണകൂടവും ഇപ്പോൾ പരസ്പരം ഈ ഒരു വിഷയത്തിൽ ഭിന്നമായ അഭിപ്രായം ഉന്നയിച്ചുകൊണ്ട് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള പൊളിറ്റിക്കൽ പ്രോബ്ലത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് പറയാൻ സാധിക്കും. ആ ഒരു അവസരത്തിലാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ പൂർണ്ണമായിട്ടും മാൽദീവ്സിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാനായിട്ട് ചൈന കൃത്യമായൊരു നീക്കം നടപ്പാക്കുന്നത്. കാരണം ചൈന ഓൾറെഡി മാൽദീവ്സിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പല പദ്ധതികളും അനൗൺസ് ചെയ്തിട്ടുണ്ട്. മാൽദീവ്സിനെ പൂർണ്ണമായിട്ടും കടക്കണിയിൽ പെടുത്തിക്കൊണ്ട് മാൽദീവ്സിൻ്റെ മുഴുവൻ കൺട്രോളും ചൈന ഏറ്റെടുക്കുന്ന അഭിപ്രായമാണ് അവർക്കുള്ളത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം മാൽദീവ്സിൻ്റെ സ്ട്രാറ്റജിക് ആയിരിക്കുന്ന ഇമ്പോർട്ടൻസ് ആണ്. ലോകത്തിലെ പ്രധാനപ്പെട്ട ചരക്ക് നീക്കം കൺട്രോൾ ചെയ്യുന്ന ഒരു മേഖലയായിട്ട് മാൽദീവ്സിൻ്റെ കൺട്രോളുള്ള എക്സ്ക്ലൂസീവ് എക്കോണമിക് സോൺ മാറുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഈ ഭാഗത്തുള്ള പ്രസൻസ് ഇൻക്രീസ് ചെയ്യണമെന്ന് പറയുന്നത് ചൈനയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. സോ ചൈന അതിനു വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് ശ്രമങ്ങൾ നടപ്പാക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ഇന്ത്യക്കെതിരായിട്ട് കരുക്കൾ നീക്കാനായിട്ട് ചൈനയ്ക്ക് മാൽദീവ്സ് ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് ലൊക്കേഷനാണ്. അതുകൊണ്ട് തന്നെ ചൈന എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു കണ്ണ് മാൽദീവ്സിൽ എപ്പോഴും ശക്തമായി മാറിയിട്ടുണ്ട്. ചൈന ഫണ്ട് ചെയ്യുന്ന പല കമ്പനീസും പല NGOസും ഇന്നും മാൽദീവ്സിലെ ഇപ്പോഴത്തെ ഭരണകൂടത്തിനും ഈവൻ പ്രതിപക്ഷത്തിന് പോലും പലപ്പോഴും സപ്പോർട്ട് ചെയ്യാനായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. സോ ചൈന ഫണ്ട് ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ മാൽദീവ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗവൺമെൻറ് ഇന്ത്യ വിരുദ്ധമായ പല നീക്കവും നടപ്പാക്കുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ മാൽദീവ്സ് ഇന്ത്യ വിരുദ്ധമായ ക്യാമ്പയിൻ ശക്തമായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെന്തിന് മാൽദീവ്സിൻ്റെ എക്കോണമിയെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ അവിടേക്ക് ടൂറിസ്റ്റുകൾ അയക്കണമെന്ന അഭിപ്രായമാണ് ഇന്ത്യയിൽ നിന്ന് ഉയർന്നു വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് ഇന്ന് പലരും ഉന്നയിക്കുന്ന അഭിപ്രായമാണ് ഇന്ത്യ മാൽദീവ്സിന് പകരം ഇന്ത്യയുടെ അകത്തുള്ള ലക്ഷദ്വീപിനെ തന്നെ കൂടുതൽ ടൂറിസ്റ്റുകൾക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റിയെടുത്തുകൂടുന്ന അഭിപ്രായം. ഈ അഭിപ്രായത്തിനോട് ഇന്ന് പലരും അനുയോജ്യമായ രീതിയിൽ നീക്കം നടപ്പാക്കുന്നുണ്ടെങ്കിലും ഇന്ത്യക്ക് മുന്നിലുള്ള ചാലഞ്ചസ് ആണ് ഇന്ത്യ അതിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോകുന്ന പറയുന്ന കാര്യങ്ങൾ കാണാൻ സാധിക്കും. മാൽദീവ്സിനെ പോലെ തന്നെ ലക്ഷദ്വീപിനെയും ഒരു പ്രധാനപ്പെട്ട ബീച്ച് ടൂറിസം ഹബ്ബാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവിടെ വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലമാണ് ലക്ഷദ്വീപിൻ്റെ തനതായിരിക്കുന്ന ആ ഒരു നാച്ചുറൽ ബ്യൂട്ടി നഷ്ടപ്പെടുമെന്ന് പറയുന്നത്. കാരണം ധാരാളം ടൂറിസ്റ്റ് അങ്ങോട്ട് വരുമ്പോൾ പ്ലാസ്റ്റിക് മാലിന്യവും അതുപോലെ തന്നെ പ്രകൃതിയെ ഹാംഫുള്ളായി മാറ്റുന്ന രീതിയിലുള്ള പല പ്രശ്നവും കടന്നു വന്നേക്കുന്ന അഭിപ്രായമാണ് നീതി ആയോഗ് പോലത്തെ പല സംഘടനകൾ ഇന്ത്യയുടെ അകത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതൊരു ഒന്നാമത്തെ ചാലഞ്ച് ആണെങ്കിൽ രണ്ടാമത്തേത് നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന പുതിയ പല പ്രശ്നങ്ങളും വന്നേക്കാമെന്ന് പറയുന്നതാണ്. സോ ടൂറിസ്റ്റുകൾ ധാരാളമായിട്ട് വരുമ്പോൾ അത് അൺകൺട്രോളബിളായിട്ട് മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇന്ത്യക്ക് പലതരം നാഷണൽ സെക്യൂരിറ്റി ത്രെട്ട് വന്നേക്കുന്ന അഭിപ്രായം ഇന്ന് ഉന്നയിക്കപ്പെടുന്നുണ്ട്. സോ ഇപ്പോൾ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് ടൂറിസ്റ്റുകളെ എൻട്രി ചെയ്യിപ്പിക്കുന്നത് മൂലം അതുവഴി കൺട്രോൾ ലെവലിൽ ടൂറിസം കൊണ്ടുവരാനും അതിലൂടെ തന്നെ എക്കോണമിക്കൽ ആൻഡ് ഇന്ത്യക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒരു നേട്ടം സ്വന്തമാക്കാൻ സാധിക്കുന്ന അഭിപ്രായമാണ് പലരും മുന്നോട്ട് വയ്ക്കുന്നത്. സോ കൺട്രോൾഡ് ആയിരിക്കുന്ന ഒരു ടൂറിസമാണ് ഇപ്പോഴും ലക്ഷദ്വീപിൽ വേണമെന്ന അഭിപ്രായവും പലരും ഉന്നയിക്കുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കാര്യത്തെ പറ്റി തോന്നുന്നത്? എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ലക്ഷദ്വീപ് പോലത്തെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ലൊക്കേഷനിൽ നമ്മൾ ധാരാളം ടൂറിസ്റ്റുകളെ കൊണ്ടുവരികയാണെങ്കിൽ അതുവഴി ഇന്ത്യക്ക് എക്കോണമിക്കൽ ബെനിഫിറ്റ് ഉണ്ടായേക്കാം. പക്ഷേ അതേപോലെ തന്നെ ഇന്ത്യക്ക് വരുന്നൊരു ത്രെട്ടായിട്ടും അത് മാറപ്പെട്ടേക്കാം. സോ ഒരു കൺട്രോൾ ലെവലിൽ ടൂറിസം ഇൻക്രീസ് ചെയ്യണമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇപ്പോഴവിടെ കൊണ്ടുവരുന്ന ആൾക്കാർ പ്രതിവർഷം ഒരു 1000 പേരെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് 10,000 20,000 മാറ്റാൻ സാധിക്കും. അതിനനുസരിച്ചുള്ള ഫെസിലിറ്റിയും അതിനനുസരിച്ചുള്ള കൃത്യമായ പ്രകൃതിയെ ബാധിക്കാത്ത രീതിയിലൊരു മാറ്റവും ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നാൽ അതിലൂടെ ഇന്ത്യക്ക് അനുയോജ്യമായ രീതിയിൽ ലക്ഷദ്വീപിനെ ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റാൻ സാധിക്കും. കാരണം ഈ ഒരു ബീച്ച് ടൂറിസം എന്ന് പറയുന്ന ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ വരുമാനം ലഭ്യമാക്കുന്ന ഒരു മേഖലയാണ്. അതിലോട്ട് ഇന്ത്യക്ക് ഏറ്റവും അട്രാക്റ്റീവ് ഘടകമാക്കി മാറ്റാൻ സാധിക്കുന്ന കാര്യമാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപിൻ്റെ മുഴുവൻ ഭംഗിയും കൃത്യമായി യൂട്ടിലൈസ് കൊണ്ട് അവിടുത്തെ കൾച്ചറിനെയും അവിടെ വരുന്ന പ്രശ്നങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു പ്രോപ്പർ ഡെവലപ്മെൻറ്റ്, ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതുവഴി ഇന്ത്യക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. പക്ഷെ അത് കൃത്യമായി നടപ്പാക്കാനും അവിടെ കൃത്യമായി ഈ കാര്യങ്ങൾ ഉറപ്പുവരുത്താനായിട്ടുള്ള ഒരു വെൽ പ്ലാൻഡ് ആയിരിക്കുന്ന ഓർഗനൈസേഷൻ സ്ഥാപിക്കേണ്ടതുണ്ട്. അതിൽ പല ഉദ്യോഗസ്ഥരും പല തലത്തിലുള്ള ഉദ്യോഗസ്ഥരും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു പ്രോപ്പറായ രീതിയിൽ അത് എല്ലാ സമയത്തും വെൽ കോർഡിനേറ്റഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ആ ഒരു എക്സിക്യൂഷനും ആ ഒരു കോർഡിനേഷനും ഇമ്പോർട്ടൻ്റ് ആയ ഘടകമാണ് ലക്ഷദ്വീപിൻ്റെ കാര്യത്തിൽ. അല്ലെങ്കിൽ അത് നാളെ ലക്ഷദ്വീപിനെ മുഴുവനും ഇല്ലാതാക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയേക്കും. ഇത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ ഇത്തരം ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ ദിസ് വീഡിയോ. ജയ് ഹിന്ദ്.